ട്രേഡ് ബ്രോക്കർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ട്യൂട്ടോറിയലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ട്രേഡ് ബ്രോക്കറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മെയിൻ സ്പെക്സ് ആണ് ബ്രോക്കറിനുള്ളത്. അതായത് ഒന്ന് ഓപ്ഷൻ ബയേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ മോഡ് തന്നെ, അതായത് ലൈക്ക് ബ്രോക്കറിൻ്റെ അകത്ത് തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോം അവർക്കുണ്ട് ഓപ്ഷൻ ബയേഴ്സിന് വേണ്ടി. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുള്ള ഏക ബ്രോക്കറാണ് ട്രേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓർഡർ എക്സിക്യൂഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്കാൽപ്പിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയൊരു ബ്രോക്കറാണ് ട്രേഡ്സിന്. സോ ഞങ്ങളും ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നത്. മാർക്കറ്റിൽ വളരെ ക്വിക്കായിട്ട് തന്നെ നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ട്രേഡ്സ് എടുക്കേണ്ടതാണ്. ലൈക്ക് നമ്മുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിട്ടാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രോക്കറിനകത്ത് അങ്ങനത്തെ സ്പെക്സും കാര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ആഡ് ചെയ്തിടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് ട്രേഡ്സ് നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും ഒരു ബ്രോക്കറിൽ. സോ അതുകൊണ്ടാണ് നമ്മളും ട്രേഡ്സിനെയും ബ്രോക്കർ യൂസ് ചെയ്യുന്നത്. അപ്പം ബ്രോക്കറിൻ്റെ കേസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഇവരുടെ വെബ് പ്ലാറ്റ്ഫോം ആയിരിക്കും. വെബ് പ്ലാറ്റ്ഫോമിലാണ് ഓപ്ഷൻ ബയേഴ്സിനുള്ള സ്കാൽപ്പേഴ്സ് മോഡ് ഉള്ളത്. മൊബൈൽ വേർഷനിൽ നോർമൽ മോഡ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വെബ് പ്ലാറ്റ്ഫോം ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ട്രേഡ്സിനിൻ്റെ Q+ എന്നൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ സീറോദേൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൈറ്റ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആലീസ് ബ്ലോൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ആൻഡ് എന്നും പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. റീസെൻ്റ് എനിക്കൊന്ന് ആൻഡ് 2.0 അങ്ങനെ എന്തൊരു പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ഓരോ ബ്രോക്കേഴ്സിനും ട്രേഡിങ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ട്രേഡ്സിൻ്റെ കേസിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമാണ് Q+ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു Q+ൻ്റെ കേസിലോട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഓൾറെഡി ഒരു ഡെമോ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. സോ നമ്മുടെ പൊസിഷൻസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡെമോ പ്ലാറ്റ്ഫോം ഇവിടെ ലോഗിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട Q+ എന്ന് നിങ്ങൾ ജസ്റ്റ് നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ Q+.tradegenie.com എന്ന് സെർച്ച് ചെയ്താൽ മതി. മൊബൈൽ പ്ലാറ്റ്ഫോമിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങളത് വാച്ച് ചെയ്തിരുന്നാൽ മതി. അപ്പം ഈ Q+ എന്ന പ്ലാറ്റ്ഫോമിനകത്തോട്ട് നിങ്ങൾ വരിക. അതിനുശേഷം ജസ്റ്റ് ഞാൻ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ, ഇത് നോർമൽ മോഡാണ് ഇവരുടെ. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ എൻ്റെ സ്ക്രീനിൽ എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ഇമേജ് ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ജസ്റ്റ് നോർമൽ പ്ലാറ്റ്ഫോമാണ്. ഇനി ഇതല്ലാണ്ട് ഓപ്ഷൻ ബയേഴ്സിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് തരാം. അതുകൊണ്ട് ഇതാണ് അവരുടെ ഓപ്ഷൻ ബയേഴ്സിനുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പം ഇനിഷ്യലി ജസ്റ്റ് നമുക്ക് ബേസിക് ലേഔട്ട് ബിഗിനേഴ്സിന് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതാണ്. അപ്പം ഇവിടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഫണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ലേഔട്ട് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എടുത്തിട്ടുള്ള ട്രേഡ്സ്, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ട്രേഡ്സ്, ഓർഡേഴ്സ്, എക്സിക്യൂട്ട് ആയിട്ടുള്ള ട്രേഡ്, പെൻഡിങ് ട്രേഡ്സ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പൊസിഷൻസ് എന്ന് പറയുന്നത് നോർമലി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എടുത്ത റണ്ണിങ് ആയിട്ടുള്ള നിങ്ങളുടെ ട്രേഡ്സിനെയാണ് പൊസിഷൻസ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഹോൾഡിങ്സ് അറിയാമല്ലോ, നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഹോൾഡിങ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. സോ ബാക്കി ഇവിടെ കുറേ ഇവരുടെ തന്നെ സ്പെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും ഞാൻ ആക്ച്വലി യൂസ് ചെയ്യാറില്ല, കാര്യം ഞാൻ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്സും സ്ക്രീനിങ്ങും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി ഷെയർസ് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ കുറേ ഡേറ്റാസും കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആസ് ആൻ ഓപ്ഷൻ ബയർ ഞാൻ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്പെക്സ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. സോ അടുത്ത ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫണ്ട് ആഡ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ ആഡ് ഫണ്ട് കൊടുക്കുക. നിങ്ങളുടെ UPI ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫണ്ട് ആഡ് ചെയ്യും. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഫണ്ട് ആഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് ക്രെഡിറ്റ് ആവുന്നതായിരിക്കത്തില്ല. അതേപോലെ നാഷണലൈസ്ഡ് അല്ലാത്ത ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കേരള ഗ്രാമീൺ ബാങ്ക്, അതേപോലെ ഏസാഫ് ബാങ്ക്, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നോർമൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വിഡ്രോവലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു കൺഫ്യൂഷനുള്ള കാര്യം. നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെനു ഉണ്ടാവും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണോ വിഡ്രോ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിരുന്നാലും മതി. ഓക്കെ, സോ നെക്സ്റ്റ് പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അലേർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഡെമോ അക്കൗണ്ടാണ്, ഞാൻ യൂസ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇനി ഇതിനകത്ത് വാച്ച് ലിസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വാച്ച് ലിസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ താഴെ ഞാൻ വീഡിയോ സ്പ്ലിറ്റ് ചെയ്തിട്ടേക്കാം. അതായത് ഓരോ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പം സ്കാൽപ്പേഴ്സ് മോഡ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ വാച്ച് ലിസ്റ്റ് ഓരോ ഇത് ഡിവൈഡ് ചെയ്ത് താഴെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന ഓപ്ഷൻ അത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. ഒരു കോമൺ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്, ഒരാളെ സ്പെസിഫൈഡ് ആയിട്ടോ അല്ലെങ്കിൽ
ഒരു സ്പെസിഫിക് പർപ്പസ് നോക്കിയിട്ടോ ചെയ്യുന്ന വീഡിയോ അല്ല, ഒരു കോമൺ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് ഏതാണോ അത് നോക്കുക, വീഡിയോ വാച്ച് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പിൻ ചെയ്യാം. ഓക്കെ, അപ്പം എന്താണെങ്കിലും ജസ്റ്റ് വാച്ച് ലിസ്റ്റ് ഇവിടെ നോർമലി നമുക്ക് വാച്ച് ലിസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ടുന്ന വാച്ച് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ ജസ്റ്റ് നോക്കുക. പിന്നെ ഇവിടെ ഓർ സ്പെക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ഡിഫോൾട്ടായിട്ട് വരുന്നൊരു മോഡ് ഇവിടെ ഉണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിസസ് വെച്ചിട്ടായിരിക്കും ഇവർ ഇതിൻ്റെ അത് അഡ്ഡിമണിയും OTM-ഉം ഇന്ത്യ മണി എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മാത്രം ഒരു ഡിഫറൻസേ ഉള്ളൂ. അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ, കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ എനിവേ എന്താണെങ്കിലും ഈ ഒരു ഓപ്ഷൻസ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് എന്ന പ്ലാറ്റ്ഫോം എടുക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ പ്രൈസ് മാറുന്നതനുസരിച്ച് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് റീഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് ഓട്ടോമാറ്റിക്കലി വരും. ഒരു അപ് ടു എനിക്ക് തോന്നുന്നു 6 ഓക്കെ ഒരു 5 ഇന്ത്യ മണി 5 ഔട്ട് ഓഫ് ദി മണി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും സ്ട്രൈക്സ് ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നോർമലി ബൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇവിടെ വരാം, ജസ്റ്റ് ബൈ ക്ലിക്ക് ചെയ്യുക. ഓർഡേഴ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ട് ജസ്റ്റ് ഇവരുടെ ഒരു ബേസിക് ലേഔട്ട് മാത്രമേ ഞാനിത് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എത്ര രൂപയാണോ എത്ര ക്വാണ്ടിറ്റി ആണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. ആൻഡ് ദെൻ എക്സിക്യൂട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, ഇതിനകത്തിപ്പോൾ ഫണ്ടും കാര്യങ്ങളില്ല. അത് മാത്രമല്ല മാർക്കറ്റ് ഹവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവും. ഈ ഓർഡേഴ്സ് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ട് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് സ്കാൽപ്പേഴ്സ് മോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സ്കാൽപ്പേഴ്സ് മോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾ താണ്ട ഈ പറയുന്ന ഷോർട്ട് കട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങൾ മാക്കിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എന്ന കീ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ+C എൻ്റർ ചെയ്യുക. ഓപ്ഷൻ+C നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പേഴ്സ് മോഡ് ഓപ്പൺ ആവും. വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു Alt+C ആണെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് ഈ ചാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് കൊടുത്താലും ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല, പണ്ട് അവർക്ക് അങ്ങനെ ആയിരുന്നു. ഓക്കെ, Alt+C ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ആയിട്ടോ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം വന്നു. സോ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ബിഗിനേഴ്സ് ദയവ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ ഈ കൊച്ചു പിള്ളേരുടെ അടുത്ത് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമുക്കറിയാം വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ എന്നാലും ആസ് എ ബിഗിനർ ഒരു പക്ഷേ നിങ്ങൾക്ക് ട്രേഡ്സും കാര്യങ്ങളെല്ലാം കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ വരിക, ഞാനിപ്പോൾ മാർക്കറ്റിൽ ഇരിക്കുന്നു. അപ്പം ഞാനൊരു ഡിസ്ക്രിപ്ഷണറി ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മേ ബി ഒരു പെട്ടെന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി വരാം, മേ ബി ഒരു സെൽ ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് വരാം. അപ്പോൾ എനിക്കത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അഡിമണിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡിമണി കോളും അതേപോലെ തന്നെ അഡിമണി ഓക്കെ മാറിയിട്ടുണ്ട്. അഡിമണി കോളും അതേപോലെ തന്നെ അഡിമണി ഒരു പുട്ടും എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്തിടുക. നിങ്ങൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്തിടുക. ദെൻ നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്ത് വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് താണ്ട് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇവിടെ മണ്ടയ്ക്കൊരു നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് സെറ്റിങ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. അതായത് ഓർഡർ ടൈപ്സ് നിങ്ങൾ എങ്ങനെയാണോ ഇത് ഡിഫോൾട്ട് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്ന എന്താണോ ഇതായിരിക്കും നിങ്ങൾക്ക് ആ ഓർഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പം ഞാൻ എപ്പോഴും മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യാറുള്ളത്. സോ മാർക്കറ്റ് ഓർഡർ ഇടുക. ഇൻട്രാഡേ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ സെലക്ട് ചെയ്യുക. അല്ല നോർമൽ ഓർഡർ ആണ് ചെയ്യുന്നത്. നോർമൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാരി ഫോർവേഡ്. നമ്മളെപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാരി ഫോർവേഡ് ഓർഡർ ആയിരിക്കും ഇടുന്നത്. ദെൻ വൈകുന്നേരം നമ്മളത് എക്സിറ്റ് ചെയ്ത് മാറ്റാറാണ് പതിവ്. സോ അതുകൊണ്ട് നോർമൽ ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി എത്ര ലോട്ട്, ഇപ്പോൾ പൊസിഷൻ സൈസ് കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ലോട്ടാണോ ട്രേഡ് ചെയ്യുന്നത് അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 10 ലോട്ടാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 10 ലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ സൗണ്ട്, അതേപോലെ പ്രൈവസി മോഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓർഡർ പ്രിവ്യൂ അത് നമ്മൾ ഓഫ് ചെയ്തിടാറാണ് പതിവ്. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഇത് മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് 20,000 മാക്സിമം ലോസ് വന്നു കഴിഞ്ഞാൽ, അതായത് 20% സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ട്രേഡ് ഓട്ടോമാറ്റിക് എക്സിറ്റ് ആവും. അങ്ങനെ എന്തൊരു ഓപ്ഷനാണ്, ഞാൻ യൂസ് ചെയ്യാറില്ല. ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. ഓക്കെ, അപ്പം എനിവേ ജസ്റ്റ് ഞാൻ 10 ലോട്ട് സെറ്റ് ചെയ്ത് ഇനി ഞാൻ അടുത്ത എൻ്റെ സ്കാൽപ്പേഴ്സ് മോഡ് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇതാണ്ട് ഞാൻ വരുന്നു. ഇവിടുന്ന് ഒരു സ്ട്രൈക്ക് പ്രൈസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് 10 ലോട്ട് അവിടെ ഓട്ടോമാറ്റിക്. ഇപ്പം മാർക്കറ്റിൽ ഇരിക്കുന്നു, ഞാൻ സ്ട്രൈക്ക് പ്രൈസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, 48,300 ആഡ് ചെയ്യുക. ഇനിയാണ് പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ പിള്ളേരുടെ അടുത്ത് നമ്മൾ മൊബൈൽ കൊടുക്കരുതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ ആക്ച്വലി
ഈ ഒരു ബൈ നിങ്ങൾ വേണ്ട ഈ ഒരു ഇവിടെ സെറ്റിങ്സിൽ വന്നിട്ട് സിംഗിൾ ക്ലിക്ക് ഓർഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ലോട്ട് മൾട്ടിപ്ലെയർ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം, ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യുക, എന്നിട്ട് സിംഗിൾ ക്ലിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേണ്ട ഈ ബൈ ക്ലിക്ക് ചെയ്യുന്ന സെയിം പോയിന്റിൽ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ സെല്ലറാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഓർഡർ ആഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഇപ്പം ഞാനൊരു ഡിസ്ക്രിപ്ഷണൽ ട്രേഡർ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന എൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഫോർമാറ്റ് ഉണ്ടാവും. ഞാൻ ഇപ്പം റൈറ്റ് നൗ മന്ത്ലി കോൺട്രാക്റ്റാണ്, ഞാൻ സ്ലൈറ്റ്ലി അറ്റ് മണിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ ഞാനൊരു ഇപ്പോൾ ലാസ്റ്റ് വീക്കാണ് നമ്മൾ ഇന്ത്യൻ മണിയിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു 1000 rupees റേഞ്ച് ഫോർ എക്സാമ്പിൾ, ഡെൽറ്റ ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്. ഒരു 1000 rupees റേഞ്ച് വരുന്ന ഒരു കോളും പുട്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് മാർക്കറ്റിൽ പെട്ടെന്നൊരു ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ പുട്ട് ക്ലിക്ക് ചെയ്യുക, എൻ്റെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. ഇപ്പം മാർക്കറ്റ് ഹവർ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓർഡേഴ്സും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ 47,800 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യണം, വേറെ ഒന്നും വേണ്ട, എനിക്കിവിടെ ജസ്റ്റ് ഈ സെല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോഴേ എൻ്റെ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. അപ്പം ഇനി ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ബൈയും സെല്ലും ഞെക്കൽ, ബ്രോക്കേഴ്സ് ചാർജസും കാര്യങ്ങളെല്ലാം പോകത്തേ ഉള്ളൂ. അപ്പം ഇനി നിങ്ങളൊരു ട്രേഡ് എടുത്തു, ഓൺ ദി സ്പോട്ട് അത് എക്സിക്യൂട്ട് ആയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ P&L കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്ത് റിയലൈസ്ഡും അൺറിയലൈസ്ഡും അത് ഓക്കെ, അത് മാത്തമാറ്റിക്സ് പാർട്ട് വരുന്നതാണ്. അപ്പോൾ അത് കാണാൻ പറ്റും. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 50% എക്സിറ്റ് ചെയ്യാം. സിംഗിൾ ക്ലിക്ക് ട്രേഡ് എടുത്ത്, ഇപ്പം മാർക്കറ്റ് അടച്ചതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ എന്നാലും ഇവിടെ ജസ്റ്റ് നിങ്ങളൊരു 50 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% എക്സിറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 50% എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ട്രേഡ് റൺ ആയി കഴിഞ്ഞാൽ മാത്രമേ അത് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ ഇവിടെ ഫണ്ട്സും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. ഇതാണ് സ്കാൽപ്പേഴ്സ് മോഡ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ മാർക്കറ്റ് മാറുന്നതനുസരിച്ച് ഇവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് ആഡ് ചെയ്തിടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പറ്റത്തില്ല. അപ്പം മാനുവലി ആഡ് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഓട്ടോമാറ്റിക് അത് വരത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി എടുക്കുക, ഏത് എക്സ്പയറി ആണോ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഇന്ത്യൻ മണി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ആഡ് ചെയ്തിടുക, ഒരു പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്തിടുക. കോള് അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി വരുവാണ്. ഞാൻ ഇപ്പോൾ 10 ലോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ലോട്ട് സൈസ് 75 ആണ്. സോ 75 വെച്ചുകൊണ്ട് 750 ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ബൈ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് എന്താ സംഭവിക്കുക, എൻ്റെ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതേ ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ കാര്യങ്ങൾ നോക്കുക. ഇനി അടുത്തത് നമുക്ക് നോർമൽ ഓർഡേഴ്സിൻ്റെ കാര്യങ്ങൾ വന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ നോർമൽ ഓർഡേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു കോൾ ഓപ്ഷൻ എടുക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഇന്ത്യൻ മണി എടുക്കുന്നതാണ് ഓൾവേസ് ബെറ്റർ. പക്ഷേ ഇപ്പം നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യണം ഇന്ത്യൻ മണി തന്നെ എടുക്കുക. ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിൽ മന്ത്ലി കോൺട്രാക്ട്സ് ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ മണി, അഡ്ഡി മണി, OTM ട്രൈ ചെയ്യുന്നു. ഇന്ത്യൻ മണി നമുക്ക് ഡീപ്പ് ഇന്ത്യൻ മണി എടുത്താൽ സേഫാണ്, പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ലിക്വിഡിറ്റി ഇല്ല. സോ അതുകൊണ്ട് അത് നമുക്കൊരു സ്ട്രഗിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് അഡ്ഡി മണിയാണ് എപ്പോഴും എടുക്കുന്നത്. പൈസ ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ OTM പോയി ബൈ ചെയ്യില്ല, പൈസ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് എൻ്റെ കയ്യിൽ 500 രൂപയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ 5000 രൂപയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തുല്യമായിട്ടുള്ള 1 ലോട്ട് 2 ലോട്ട് എന്ന രീതിയിൽ OTM ബൈ ചെയ്യുന്ന പരിപാടി ദയവ് ഇത് ചെയ്യരുത്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. അത് ഒരുപാട് പേരുടെ കേസസ് നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്ന സെയിം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആ പരിപാടി നിങ്ങൾ ചെയ്യരുത്. ഫണ്ട് മാക്സിമം ക്യാപിറ്റൽ ആഡ് ചെയ്യാൻ നോക്കുക. കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ റോങ് ഡിസിഷൻസ് നിങ്ങൾ ചിലപ്പോൾ മേക്ക് ചെയ്തോളെ. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാം. നമ്മളിനി ഓർഡേഴ്സ് എങ്ങനെയാണ് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഡേഴ്സാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ഉണ്ട്, നോർമലുണ്ട്. നോർമൽ ഓർഡർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് മാത്രമല്ല നാളത്തേക്കും അത് ക്യാരി ചെയ്ത് വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്താലും എക്സിറ്റ് ആവത്തില്ല, അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇൻട്രാഡേ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ കേസ് വൈകുന്നേരം പൊസിഷൻ എക്സിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് 3:20 ഓർഡർ എക്സിറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രോക്കർ എക്സിറ്റ് ചെയ്യും. അവർ ബ്രോക്കർ എക്സിറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നൊരു 50 രൂപ എന്തോ ചാർജസ് ആയിട്ട് എടുക്കും. 50 രൂപ പ്ലസ് GST എന്ന് പറയുമ്പോൾ 59 rupees ചാർജസ് ആയിട്ട് വരും. ഇത് കോമൺ ആണ്, എല്ലാ ബ്രോക്കേഴ്സും ഒരേപോലെ തന്നെയാണ് ചാർജസ് എടുക്കുന്നത്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നോർമൽ ട്രേഡ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻ്റെ സെറ്റിങ്സ് ഞാൻ പറഞ്ഞാൽ ഞാനിവിടെ നോർമൽ ഓർഡർ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ദെൻ ലിമിറ്റ് ഓർഡർ അല്ല, ഞാൻ മാർക്കറ്റ് പ്രൈസിലാണ് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പം എൻ്റെ ലോട്ട് സൈസ് എനിക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, എത്ര ലോട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു 90 ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യും, ജസ്റ്റ് ഈ ബൈ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യണം. അപ്പോൾ 48 300 C ഒരു 700 രൂപയ്ക്ക് മുകളിൽ എത്തുമ്പോൾ വാങ്ങിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 700 സെറ്റ് ചെയ്യുക, ഇതിടുക. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ ഓർഡർ പെൻഡിങ്ങിൽ വന്ന് കിടക്കും.
ഇപ്പം പൈസ ഇല്ലാത്തത് കൊണ്ടും ഒരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടും മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ റിജക്ഷൻ വരുന്നത്. അല്ലാതെ അവിടെ വന്ന് പെൻഡിങ് കിടക്കും. 1700 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓർഡർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഇനി അടുത്തത് എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, ട്രേഡ് എടുത്ത ശേഷം എനിക്കതിന് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. എടുത്ത ട്രേഡിന്, പോർട്ട്ഫോളിയോയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിന് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിവിടെ പൊസിഷനിൽ വന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ട ഇതേപോലെ ഒരു മെനു ആയിരിക്കും അപ്പോഴും വരുന്നത്. ഇനി ഞാൻ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ 48-300C ഒരു 650 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുവാണ്. എനിക്കൊരു 30 രൂപ പ്രോഫിറ്റിലെ കാര്യം അത് റൺ ചെയ്തുകൊണ്ടിരിക്കണം, ഇപ്പോൾ കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് 600 രൂപ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. ഇത് ഓപ്ഷൻ കോൺടാക്റ്റ് ദയവ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ കാണിക്കരുത്. അത് ഓപ്ഷൻ കോൺടാക്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മൾ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അതിൻ്റെ അകത്തുനിന്ന് അത് ഡീക്കേ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കുറയും. മാർക്കറ്റ് മൂവ് ചെയ്താലും വാല്യൂ കുറയും. സോ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു അണ്ടർലൈൻ അസറ്റിലാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസസ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ അണ്ടർലൈൻ അസറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ കോൺടാക്ട് ചെയ്യാൻ മാനുവലി എക്സിറ്റ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഓപ്ഷൻ കോൺടാക്ട് ആണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കത്തില്ല. അങ്ങനെ ചെയ്യരുത്. ഇന്ത്യൻ മണി ആണെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷേ OTMൽ ഒരു കാരണവശാലും ഓപ്ഷൻ കോൺടാക്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യൽ മുട്ടം പണി കിട്ടും. ഓക്കെ, അപ്പം ഇനി 600 രൂപയ്ക്കാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 600 എൻ്റർ ചെയ്യുക, ദെൻ ഓർഡർ പ്ലേസ് ചെയ്യുക. അവിടെ ഉണ്ടാവും 600 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് എക്സിറ്റ് ആവും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി CO ഓർഡർ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ, അതായത് വിത്ത് സ്റ്റോപ്പ് ലോസ് എൻട്രി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ CO തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസിൽ എക്സിക്യൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി സെറ്റിങ്സ് ഇപ്പോൾ ചേഞ്ച് ചെയ്യണം. ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ലോസ് എത്ര രൂപയ്ക്കാണ് വെക്കുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്യണം. ഇപ്പം ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നത് 743 അല്ലേ. സോ ഞാനൊരു 700 രൂപയാണ് SL വെക്കുന്നതെങ്കിൽ 700 അവിടെ സെറ്റ് ചെയ്ത് ഓർഡർ ഇടുകയാണെങ്കിൽ സെയിം പ്രൈസിൽ മാർക്കറ്റ് എക്സിക്യൂട്ട് ആവും. 1700 ബിലോ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രേഡ് അവിടെ എക്സിറ്റ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനി എനിക്ക് വേണമെങ്കിൽ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാം. ലിമിറ്റ് ഓർഡർ ഞാൻ സെറ്റ് ചെയ്യുന്നു. 760 എത്തുമ്പോൾ, ഇപ്പോൾ 743 നിൽക്കുമല്ലേ, 760 എത്തുമ്പോൾ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 700 സെറ്റ് ചെയ്യാം. സോ 2 ഓർഡേഴ്സ് അവിടെ പെൻഡിങ് ആയിരിക്കും. 1760 ക്രോസ് ചെയ്യുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവും. 700 ബിലോ വരുമ്പോൾ ട്രേഡ് ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവുന്നതായിരിക്കും. BO ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ടാർഗറ്റ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. 760ക്ക് നിങ്ങൾ ബൈ ചെയ്യുന്നു, 700 സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഒരു 860 ടാർഗറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഞാൻ ആക്ച്വലി ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ്റെ പരിപാടി എനിക്ക് എങ്ങനെയാണെന്നുള്ളത് എക്സാക്റ്റ് അറിയത്തില്ല. എനിവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും വിഡ്രോവലും കാര്യങ്ങൾ. അതേപോലെ P&L നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ഷെയർ P&L എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡെയിലി വൈസ് P&L ഷെയർ ചെയ്യാം. സോ നിങ്ങൾ നാളെ ഒരു ഫ്യൂച്ചറിൽ ഒരു വലിയൊരു ട്രേഡർ ആവുമെന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ഇൻവെസ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഡെയിലി നിങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും P&L ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വൈസ് ഇത്ര ഡേറ്റ്, കസ്റ്റം ഡേറ്റിലൊക്കെ നിങ്ങൾക്ക് P&L മറ്റുമൊക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് P&L ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്ററിനെ അല്ലെങ്കിൽ വേറൊരാളെ നിങ്ങൾക്ക് നാളെ ഫ്യൂച്ചറിൽ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പെക്ക് ബ്രോക്കറിലോട്ട് കൊണ്ടുവരണമെന്ന് ഒരു ഫീഡ്ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ബ്രോക്കറിനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ബ്രോക്കറിൽ ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ഇഷ്യൂസോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലമോ നിങ്ങൾ ബ്രോക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് ട്രേഡ്ജിനെ ആണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ഒരു ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. എന്ന സെയിം ടൈം നിങ്ങൾ ഞങ്ങളെയാണ് കോൺടാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അവരെ അപ്ഡേറ്റ് ചെയ്യും വാട്സപ്പിൽ. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോർമലി കിട്ടുന്ന റിപ്ലൈനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈസും കാര്യങ്ങളും അവരുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ട്രേഡ്ജിനിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.